ഒന്നും വേണ്ടതാ ഈ വീഡിയോന്റെ കൂടെ തന്നെ ഈ ഒരു സ്ക്രീൻഷോട്ട് ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഈ ഫോർമുലാസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഓക്കെ, ഈ 2 സെറ്റ് ഫോർമുലാസ്, ഈ ഫോർമുലാസ് മൊത്തം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ. സോ ഇത് നിങ്ങൾക്ക് ഈ ഫോർമുലാസ് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ഈ മാത്സ് നിങ്ങളെ കയ്യിലേക്ക് വരും. മീൻസ് മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരും, നിങ്ങൾ പോലും അറിയില്ല. ഹായ് ഗൈസ്, സോ 12th മാത്തമാറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത്. സോ +1 നിങ്ങൾ എക്സാം കഴിഞ്ഞു, +1 മാത്സ് നിങ്ങൾ കഴിഞ്ഞു. +1 മാത്സ് പലർക്കും നല്ല അനുഭവമായിരിക്കും, ചിലർക്കൊക്കെ മോശം അനുഭവമായിരിക്കും. ഓരോരുത്തരെ റിലേറ്റ് ചെയ്ത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കും. സോ 12th മാത്സിനെ പറ്റി പറയുകയാണെങ്കിൽ 12th മാത്സ് ഈസിയാണ്. മീൻസ് അത്ര വലിയ സംഭവമല്ല. നിങ്ങൾ തലകുത്തിന്ന് പഠിക്കേണ്ട സംഭവങ്ങളൊന്നും 12th മാത്സിലില്ല. അതായത് നിങ്ങൾ ഇനി എഴുതാൻ പോകുന്ന 12th മാത്സ് മീൻസ് 12th കൂടി നിങ്ങളെ കരിയർ എൻഡ് ചെയ്യുന്നില്ലല്ലോ. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് എക്സാംസ് ചെയ്തും അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ 12th നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന എക്സാം വളരെ ഈസി ആയിട്ടുള്ള എക്സാമാണ്. പ്രൊവൈഡഡ് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അതിൽ എന്തായാലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ 12th മാത്സ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. സോ 11th ഓൾറെഡി നിങ്ങൾ എഴുതി കഴിഞ്ഞു. സോ അതിനെ റിലേറ്റ് ചെയ്തിട്ട് പറയാം. 11th മാത്തമാറ്റിക്സിന് റിലേറ്റ് ചെയ്തിട്ട് 12th മാത്തമാറ്റിക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ, സോ 11th ചാപ്റ്റേഴ്സ് എല്ലാം കുറേയൊക്കെ അങ്ങനെ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കുറവാണ്. മീൻസ് ചാപ്റ്റർ തമ്മിലുള്ള കണക്ഷൻസ് കുറവാണ്. ഈ ചാപ്റ്റർ മനസ്സിലായില്ലെങ്കിലും ഈ ചാപ്റ്റർ മനസ്സിലാവും. മീൻസ് കോംപ്ലക്സ് നമ്പർ മനസ്സിലായില്ലെങ്കിലും പെർമ്യൂട്ടേഷൻസ് കോമ്പിനേഷൻ മനസ്സിലാവും. സോ അങ്ങനെയാണ് 11th ടോപ്പിക് എടുക്കുന്നത്. എന്നാൽ 12th ടോപ്പിക് വളരെയധികം കണക്റ്റഡ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, കുറേ ആൾക്കാരൊക്കെ അത് ഇപ്പോൾ സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലൈവിലെല്ലാം കണ്ട ആൾക്കാരുണ്ട്. റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന ടോപ്പിക്, ഈ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ടോപ്പിക്കിന്റെ ലാസ്റ്റ് ടോപ്പിക് ആണ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ്. സോ ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ എന്ന ടോപ്പിക്കുമായി കണക്റ്റഡ് ആണ് നെക്സ്റ്റ് ചാപ്റ്റർ ആയ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ. പേരിൽ നിങ്ങൾക്ക് ആ കണക്ഷൻ കാണാൻ സാധിക്കും. ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ. സോ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ ആണ് സെക്കൻഡ് ചാപ്റ്റർ. സോ അവിടെ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്. തേർഡ് ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്റർ മെട്രിക്സ് ഡിറ്റർമിനൻറ്റ്സ്, മെട്രിക്സ് തേർഡ് ചാപ്റ്റർ, ഫോർത്ത് ചാപ്റ്റർ ഡിറ്റർമിനൻറ്റ്സ് തമ്മിൽ കണക്റ്റഡ് ആണ്. സോ 5th, 6th, 7th, 8th, 9th എല്ലാ ചാപ്റ്ററിന്റെ പേര് ഞാൻ പറയുന്നില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. സോ 5th, 6th, 7th, 8th, 9th ഈ ചാപ്റ്റർ എല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ്. സോ ഈ കണക്റ്റഡ് ആണെന്ന് പറയുമ്പോൾ ഒരു ചാപ്റ്റർ മിസ്സായാൽ അത് മറ്റൊരു ചാപ്റ്ററിനെ ഏതെങ്കിലും തരത്തിൽ അത് ബാധിക്കും. ഓക്കെ, സോ നമുക്കൊരു ചാപ്റ്ററും അതിന് ഇൻ ബിറ്റ്വീൻ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ 5th ചാപ്റ്റർ നമുക്ക് മിസ്സായി, അല്ലെങ്കിൽ അതിലെ കൺസെപ്റ്റ് എന്തോ നമ്മൾ ലീവായി, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഞാൻ വിചാരിക്കും 6th ചാപ്റ്റർ അടുത്ത ചാപ്റ്റർ മുതൽ എന്തായാലും ഞാൻ പഠിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഈ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ അതിൻ്റെ അകത്ത് വരും. സോ എന്തായാലും ആ ടോപ്പിക്ക് 6th ചാപ്റ്റർ മിസ്സാവും. സോ അത് ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന ആ 5 ചാപ്റ്റർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയതുകൊണ്ട് ഒരു ചാപ്റ്ററിന്റെ മിസ് പല ചാപ്റ്ററിനെയും പല രീതിയിൽ ബാധിക്കും. സോ അവിടെ പറയാനുള്ളത് ഏതെങ്കിലും പല കാര്യങ്ങളോടും നമുക്ക് മിസ്സാവാം. നമ്മൾ ലീവ് എടുത്ത് പോകാം, പല കാര്യങ്ങളോടും ഏതെങ്കിലും ടോപ്പിക്കോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മിസ്സാവാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങളത് പാച്ചപ്പ് ചെയ്തിരിക്കണം. നിങ്ങൾ ലീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ക്ലാസ്സുകളുടെ കൺസെപ്റ്റ് എന്താണ് എന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിനെ ബാധിക്കും, അത് അതിൻ്റെ അടുത്ത ക്ലാസ്സിനെ ബാധിക്കും. സോ ഇതൊരു ചെയിൻ ആയിട്ട് പോകുന്ന കാര്യമാണ്. സോ ആ ഒരു പ്രശ്നമുണ്ട്, അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കാം. ഓക്കെ, സോ ചാപ്റ്റേഴ്സ് ഇന്റർ കണക്റ്റഡ് ആണ്. പിന്നെ ചാപ്റ്റേഴ്സിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് രണ്ടിലും. 11th നിങ്ങൾക്ക് 14 ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഇവിടെ 13 ചാപ്റ്റർ ഉണ്ട്. ഒരു ചാപ്റ്റർ ആണ് അധികം ഉള്ളത്. ബട്ട് ചാപ്റ്ററിന്റെ ലെങ്ത് വളരെ കൂടുതലാണ്. 12th ഓരോ ചാപ്റ്റേഴ്സിന്റെയും ലെങ്ത് വളരെ കൂടുതലാണ്. +1 പോലെ ചെറിയ ചാപ്റ്റേഴ്സ് അല്ല, ഭയങ്കര വലിയ ചാപ്റ്റേഴ്സ് ആണ്. ഇനി +1 നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സിലെ ഏതൊക്കെ ചാപ്റ്റർ നിങ്ങൾ ഇവിടെ 12th നിങ്ങൾക്ക് ആവശ്യമുണ്ട്? 11th നിങ്ങൾ പഠിച്ച ചാപ്റ്റർ എല്ലാ ചാപ്റ്ററും നിങ്ങൾ 12th ആവശ്യമുണ്ടോ? ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ളത്, ഇപ്പൊ ഞാൻ പറയാതെ തന്നെ കുറെ ആൾക്കാർക്ക് ആ ചാപ്റ്ററിന്റെ പേര് മനസ്സിലേക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 11th നിങ്ങൾ പഠിച്ച ചാപ്റ്ററിൽ 12th നിങ്ങൾക്ക് ആവശ്യമുള്ളത് ട്രിഗ്നോമെട്രി. സോ ട്രിഗ്നോമെട്രി ചാപ്റ്ററിന്റെ കൺസെപ്റ്റ് ഇല്ലാതെ, അല്ലെങ്കിൽ അതിലുള്ള അറിവില്ലാതെ 12th നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഈവൻ സെക്കൻഡ് ചാപ്റ്റർ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, സെക്കൻഡ് ചാപ്റ്റർ മുതൽ പിന്നെ അങ്ങോട്ടുള്ള എല്ലാ ചാപ്റ്ററിലും നിങ്ങൾക്ക് ഈ ട്രിഗ്നോമെട്രിന്റെ അപ്ലിക്കേഷൻ കാണാം. മീൻസ് 2 പാർട്ടുണ്ട്. 12th ടെക്സ്റ്റ് ബുക്ക് 2 പാർട്ടുണ്ട്. സോ ആ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ പേജിലും നിങ്ങൾക്ക് ട്രിഗ്നോമെട്രിന്റെ ഫോർമുലാസ് കാണാം. എല്ലാ ചാപ്റ്ററിലും ഈ ട്രിഗ്നോമെട്രി ചാപ്റ്ററിന്റെ ഐഡിയാസ് ഉണ്ടാവും. മീൻസ് ഇക്വേഷൻസ്, ഐഡന്റിറ്റീസ്, ഈ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഒരു സെക്കൻഡ് ചാപ്റ്റർ മുതൽ അങ്ങോട്ട് ലാസ്റ്റ് ഇനി LPP പ്രോബബിലിറ്റി ഏറ്റവും ലാസ്റ്റിലേക്കുള്ള ഈ ചാപ്റ്റർ ഒഴികെ ബാക്കി ഇൻ ബിറ്റ്വീനുള്ള എല്ലാ ചാപ്റ്ററും ട്രിഗ്നോമെട്രി ആവശ്യമുണ്ടാവും. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിനുവേണ്ടി ഇപ്പോൾ എന്താ ചെയ്യേണ്ടത്? ട്രിഗ്നോമെട്രി വീണ്ടും പോയി റിവൈസ് ചെയ്യണോ? ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് ട്രിഗ്നോമെട്രിന്റെ ക്ലാസ്സുകൾ വീണ്ടും കാണണോ? മൊത്തത്തിൽ ഇന്ന് റിവൈസ് ചെയ്യണോ? അത്രയും സംഭവങ്ങൾ നിങ്ങൾ ചെയ്യണമെന്നില്ല. നമുക്ക് ട്രിഗ്നോമെട്രിയിൽ കുറെ ഇക്വേഷൻസും കുറെ ഫോർമുലാസ് എല്ലാം പഠിക്കാനുണ്ട്. ഓക്കെ, സോ ഇക്വേഷൻസ് അല്ല, കുറെ ഐഡന്റിറ്റീസ്, കുറെ ഫോർമുലാസ് പഠിക്കാനുണ്ട്. ഈ ഫോർമുലാസ് അറിഞ്ഞാൽ മതി. സോ ഈ ഫോർമുലാസ് ഇനി എന്താ ചെയ്യുക സാർ? ഞാൻ ഈ ഫോർമുലാസ് എനിക്ക് അറിയില്ല, എവിടെ പോയത്, അപ്പോൾ ഞാൻ നോട്ട്സ് ക്ലിയർ അല്ല, അല്ലെങ്കിൽ ഫോർമുലാസ് ഞാനിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അതിൽ ഏതൊക്കെ ഫോർമുലാസ് ആണ് പഠിക്കേണ്ടത് എന്ന് പ്രശ്നമുള്ള ആൾക്കാർ ഒന്നും വേണ്ടതാ ഈ വീഡിയോന്റെ കൂടെ തന്നെ ഈ ഒരു സ്ക്രീൻഷോട്ട് ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഈ ഫോർമുലാസ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. ഓക്കെ, ഈ 2 സെറ്റ് ഫോർമുലാസ്, ഈ ഫോർമുലാസ് മൊത്തം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, സോ നിങ്ങളിപ്പോൾ നേരത്തെ കണ്ട ആ സാധനങ്ങൾ എന്തായാലും നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അതെല്ലാം ബൈ ഹാർട്ട് ചെയ്യാം. ഈ ഫോർമുലാസ് കുറെ ഫോർമുലാസ് ഉണ്ടാവും, ഇതെല്ലാം കൂടി പഠിച്ച് ചെയ്യാൻ കുറെ സമയം എടുക്കും. നിങ്ങൾ ഒരു ദിവസം 5 വെച്ച് പഠിച്ചു.
ഒരു ദിവസം 5 ഫോമുലാസ് വെച്ച് പഠിച്ചോ. അങ്ങനെയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു 1 വീക്ക് കൊണ്ടുകൂടി പഠിച്ചു കഴിയാൻ പറ്റുന്ന ഫോമുലാസ് ഇതിൻ്റെ അകത്തുള്ളൂ. സോ ഈ ഫോമുലാസ് എല്ലാം നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് നിങ്ങൾക്ക് ഫ്രീക്വന്റ്ലി ആവശ്യം ഉണ്ടാവും. സോ ഇത് നിങ്ങൾക്ക് ഈ ഫോമുലാസ് നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ഈ മാത്സ് നിങ്ങളെ കയ്യിലേക്ക് വരും. മീൻസ് മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് ഈസി ആയിട്ട് വരും, നിങ്ങൾ പോലും അറിയില്ല. ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയില്ല എന്ന് ചോദിച്ചാൽ ഈ ഫോമുലാസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ ഇത് ഡിഫിക്കൽട്ട് ആയിക്കൊണ്ടിരിക്കും. സോ നിങ്ങളിപ്പോൾ തീരുമാനിച്ച് ഞാൻ ഓക്കെ ചാപ്റ്റർ ഡിഫറൻസിയേഷൻ അല്ല ഇൻറ്റിഗ്രേഷൻ ഇത് ഞാൻ നന്നായി പഠിക്കും, ടീച്ചർ ക്ലാസ് എടുക്കുന്നതൊക്കെ നന്നായി ശ്രദ്ധിച്ചു. 12th നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചൊരു കുട്ടിയാണ്. ഡിഫറൻസിയേഷൻ ഇൻറ്റിഗ്രേഷൻ ഞാൻ നന്നായി പഠിക്കും, നിങ്ങൾ ടീച്ചർ ക്ലാസ് എടുക്കണമെങ്കിൽ നന്നായി ശ്രദ്ധിച്ചു, കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യനിലും 1-2 സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഈ ട്രിഗ്നോമെട്രിയുടെ സംഭവങ്ങളും ആവശ്യമുണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഫോമുലാസ് ടീച്ചർ അപ്പോൾ എഴുതുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ 1 + cos θ = 2 cos² θ/2 എന്ന് ടീച്ചർ എഴുതുന്നുണ്ടാവും. നിങ്ങളത് അവിടെ കണ്ട് നിങ്ങളത് മറന്നു പോകും. ഓക്കെ, നിങ്ങൾ എഴുതുന്ന സമയത്ത് ഈ ഫോമുലാസ് അറിയാത്തത് കൊണ്ട് കുറേ പ്രശ്നങ്ങളുണ്ടാവും. സോ ഇത് ബേസ് ആണ്, ഈ സാധനം മാത്സിന്റെ ബേസ് ആണ്. ട്രിഗ്നോമെട്രിന്റെ ഫോമുലാസ് മാത്സിലും ആവശ്യമുണ്ടാവും, അതേപോലെ തന്നെ ഫിസിക്സിലും ആവശ്യമുണ്ടാവും. സോ ഈ ഫോമുലാസ് എന്തായാലും നിങ്ങൾ എടുത്ത് വെക്കാം. ഓക്കെ, രണ്ടാമതായിട്ട് ഒരുപാട് പിള്ളേർക്കുള്ള ഡൗട്ടാണ് ഞാൻ ഏത് സ്റ്റഡി മെറ്റീരിയൽ യൂസ് ചെയ്യണം. അപ്പോൾ പലരും പല ഇത് പറയും. ആർ ഡി ശർമ്മ ഉണ്ട്, അർഹിന്ദ് ഉണ്ട്, ന്യൂ ജ്യോതി പബ്ലിക്, അങ്ങനെ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് എടുക്കണോ ഇത് എടുക്കണോ അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ. മീൻസ് ഓരോരുത്തർ ഓരോ ബുക്ക് സജസ്റ്റ് ചെയ്യും. ഇപ്പോൾ 12th ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മക്കളെ ഒരുപാട് കാശൊന്നും ചിലവാക്കണമെന്നില്ല. ഒന്നാമതായിട്ട് NCERT എന്തായാലും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. NCERT ടെക്സ്റ്റ് ബുക്ക് സോഫ്റ്റ് കോപ്പിയോ ഹാർഡ് കോപ്പിയോ ടെക്സ്റ്റ് ബുക്ക് വാങ്ങുന്നതാണ് നല്ലത്. പഴയതായാലും മതി. ഓക്കെ, പഴയ ടെക്സ്റ്റ് ബുക്ക് ആയാലും മതി. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവും, സാർ കുറേ കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്തല്ലോ എന്നുള്ളത്. സോ ഡിലീറ്റ് ചെയ്ത ഭാഗങ്ങൾ ക്രോസ് ചെയ്താൽ മതി. നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് വാങ്ങണം നിർബന്ധമില്ല, പഴയ ടെക്സ്റ്റ് ബുക്ക് വാങ്ങിയാലും മതി. ഓക്കെ, സോ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്തായാലും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. +1 എക്സാമോടുകൂടി തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും NCERTൻ്റെ ഉള്ളിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. സോ NCERT വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ NCERT മാത്രം വെച്ചിട്ട് NCERT വായിച്ച് പഠിച്ചിട്ട് എനിക്ക് തന്നെ ഒറ്റയ്ക്ക് സെൽഫ് പ്രിപ്പയർ ചെയ്തിട്ട് മൊത്തത്തിൽ എഴുതാൻ വേണ്ടി പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാത്സിലെ തിയറീസ് അല്ലെങ്കിൽ മാത്സിലെ മീൻസ് ആ തിയറീസൊക്കെ ഇപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ തിയറി വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കുറേയൊക്കെ മനസ്സിലാവും. മാത്സ് വളരെ ചുരുങ്ങിയ വാക്കുകളിലായിരിക്കും വലിയൊരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് കുറേ ചിഹ്നങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും, മാത്സിൻ്റെതായ സിമ്പിൾസ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വായിച്ചാൽ ചിലപ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് വരും. ബട്ട് അതിനാണ് ടീച്ചർമാരുടെ ക്ലാസ്സുകളുള്ളത്, നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ സ്കൂളിൽ പോകുന്നത്. സോ ആ ക്ലാസ്സിനൊക്കെ നിങ്ങൾക്ക് ആ തിയറി എന്താ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നിങ്ങളെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ നല്ല വൃത്തിയിൽ ഒരു നോട്ട്സ് നിങ്ങൾ എന്തായാലും ക്രിയേറ്റ് ചെയ്യണം. മീൻസ് ആ ഒരു സ്റ്റഡി മെറ്റീരിയലിൻ്റെ അത്ര വരില്ല. നിങ്ങൾ ലോകത്തിൽ എത്ര പൈസ കൊടുത്ത് വാങ്ങുന്ന ഏത് സ്റ്റഡി മെറ്റീരിയലും നിങ്ങൾ ഉണ്ടാക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായ സാധനം നിങ്ങളെ ഹാൻഡ് റൈറ്റിങ്ങിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന നോട്ട്സിൻ്റെ അത്രയും വരില്ല. ഓക്കെ, സോ വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങളതായ ഒരു നോട്ട്സ് ഉണ്ടായിരിക്കണം. ഈ നോട്ട്സ് സൂക്ഷിച്ച് വെക്കുകയും വേണം. ഇത് റെക്കോർഡിങ്ങിൽ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യണം. ഒരു എവിടെയെങ്കിലും എഴുതി അത് പോയി പിന്നെ വേറെ എവിടെയെങ്കിലും എഴുതി ആ പേപ്പർ പോയി അങ്ങനെ അല്ലാതെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് എപ്പോഴും എടുത്ത് നോക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളത് റെക്കോർഡ് ചെയ്ത് വെക്കണം. ഈ ഫോമുലാസും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകും. കുറച്ച് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറിനുള്ളിൽ നമ്മൾ പഠിച്ചൊക്കെ മറന്നു പോകും. സോ മറന്നു പോകാത്ത രീതിയിൽ എവിടെയെങ്കിലൊക്കെ നോട്ട് ചെയ്ത് വെച്ചില്ലെങ്കിൽ എന്തായാലും അത് പണിയാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ അതെന്തായാലും ശ്രദ്ധിച്ച് നോക്കാം. പിന്നെ NCERTയിലെ പ്രോബ്ലംസ് കുറേ അതാണല്ലോ മെയിൻ. NCERTയിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, എക്സസൈസ് ക്വസ്റ്റ്യൻസ്, എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യണം തീർച്ചയായിട്ടും. അത് നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾ തിയറി വായിച്ച് തിയറി നിങ്ങൾക്ക് മനസ്സിലായി, അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് മീൻസ് ചിലപ്പോൾ സ്കൂളിൽ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തിട്ടൊന്നും വരില്ല. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് അതിനൊരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏകൻ്റെ ലൈവ് ക്ലാസ്സുകളുണ്ട്. എല്ലാ NCERTയിലെ എല്ലാം ഇപ്പൊ തന്നെ നമ്മളിപ്പോൾ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് ഫസ്റ്റ് ടോപ്പിക്കിന്റെ 3 പാർട്ട് ലൈവുകൾ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എല്ലാ പ്രോബ്ലംസും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ടാവും. വളരെ ക്ലിയർ ആയിട്ട് കുട്ടികളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ലൈവ് തന്നെ ചെയ്യുന്നുണ്ടാവും. സോ എല്ലാ ക്വസ്റ്റ്യൻസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു 4-5 പ്രോബ്ലംസ് ഒക്കെ മീൻസ് ഒരേ പ്രോബ്ലം തന്നെ മീൻസ് ഒരേ ടൈപ്പ് ആയിരിക്കും. ഒരു 5 പ്രോബ്ലം ഒക്കെ ഒരേ ടൈപ്പ് ആയിരിക്കും. അതിൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്രോബ്ലം ഒക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ NCERTയിലെ പ്രോബ്ലംസ് എല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ലൈവുകളുണ്ട്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നിങ്ങൾ കുറച്ചും കൂടി ഹയർ ലെവൽ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മീൻസ് കുറച്ചും കൂടി ഹയർ ലെവൽ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ കാര്യങ്ങളും കൂടി നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏകൻ്റെ ആപ്പ് ഉണ്ട്, ധ്രുവ ആപ്പ് ഉണ്ട്. ആപ്പ് നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ ആപ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ആപ്പിൽ റെഗുലർ എക്സാംസ് ഉണ്ട്, കറക്റ്റ് ആയിട്ടുള്ളൊരു മെൻറ്റർഷിപ്പ് ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും ആപ്പിൽ ഉണ്ടാവും. സോ ആപ്പ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങൾ ആപ്പ് പർച്ചേസ് ചെയ്യാം. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ഗോൾ സെറ്റ് ചെയ്യാം. ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് എന്താണ് 12th ശേഷം എന്താണെന്നുള്ളത് ഇപ്പോഴേ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അതും കൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നിങ്ങൾ 12th മീൻസ് മാത്സ് അല്ല ഏത് ടോപ്പിക്ക് പഠിക്കുമ്പോഴും. ഓക്കെ, ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യാം. നിങ്ങൾ ഇത് അതിൻ്റെ നീറ്റ് ആണോ JEE ആണോ ഇനി വേറെ എന്തെങ്കിലും ഫീൽഡാണോ നിങ്ങൾ പോകാൻ വേണ്ടി പോകുന്നത്, അതും കൂടി മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഓരോ ചാപ്റ്ററും പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത്. ഓക്കെ, കാരണം കുറേ കുട്ടികൾ 12th നല്ല മാർക്ക് വേണം, 12th ഫുൾ A+ കിട്ടണം.
12th ഫുൾ എ പ്ലസ് കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര വലിയൊരു കരിയർ ഒന്നും നിങ്ങൾക്ക് ആരും അവിടെ പറഞ്ഞു വെച്ചിട്ടില്ല. 12th ഫുൾ എ പ്ലസ് ഉണ്ടല്ലോ, ഓക്കെ നിങ്ങൾക്ക് ഇതാണ് നിന്റെ കരിയർ, അങ്ങനെ എടുത്ത് വെച്ചിട്ടില്ല. ഇതൊരു സ്റ്റാർട്ടിങ് മാത്രമല്ലേ. സോ നെക്സ്റ്റ് എന്താണ് എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ റിപ്പീറ്റ് ചെയ്യാനൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് ഓക്കെ ഞാൻ ചെയ്യാമെന്നോ ചെയ്യുന്നത്, ബട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യും, അപ്പോൾ പഠിച്ചോളാം. ഒരു റിപ്പീറ്റ് ചെയ്ത് എല്ലാവർക്കും കിട്ടുന്നില്ല. അതിന്റെ ഒരു വലിയൊരു വിഷയം ഇതാണ്. അവർ 12th ആ സമയത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാവും. അതായത് 12th ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നേ ഇല്ല, 12th ശേഷം ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിക്കോളാം. അത് ചെയ്യുന്നത് വളരെ മണ്ടത്തരാണ്. JEE പോലത്തെ ഒരു എക്സാം ആണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ സ്റ്റാർട്ടിങ് മുതലേ 12th സ്റ്റാർട്ടിങ് മുതലേ നിങ്ങളെ മൈൻഡിൽ അത് വേണം. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എന്നാലും നിങ്ങളെ മൈൻഡിൽ വേണം. അത് മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ടോപ്പിക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ 12th ഇരിക്കുന്ന സമയത്ത് 12th എക്സാം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. ഓൾ ദി ബെസ്റ്റ്, നല്ല സംഭവിക്കട്ടെ.